കുറച്ച് ടയർഡായിട്ട് തോന്നുമ്പോഴത്തേക്കും ഞാൻ ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണ്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. ക്യൂക്കമ്പർ ഉണ്ട്, നെല്ലിക്കയുണ്ട്, കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു പീസ് ഇഞ്ചി. ഇത്രയേ ഉള്ളൂ. ഇത് നോർമലി ഞാൻ രാവിലെ ചൂടുവെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇപ്പം ഞാൻ മഞ്ഞൾ ഇട്ട വെള്ളമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ഉണ്ടാവും എനിക്ക്. ഇന്ന് ഭയങ്കര ക്ഷീണം തോന്നിയതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. എന്തായാലും ഞാൻ കുടിച്ചു. എന്നാൽ പിന്നെ ചെറുതിനൊന്ന് കൊടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്ത് കൊടുത്തു. ഞാൻ വിചാരിച്ചു ഓടുമായിരിക്കുന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ആശാന് ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് കൊടുത്തു. കുഞ്ഞല്ലേ, കുറച്ച് കൊടുത്തു. അതിനുശേഷം പിന്നെ ആ ഗ്ലാസ് കൊണ്ട് വന്നിട്ട് പിന്നെ വേണമെന്ന് പറഞ്ഞു. ഞാൻ അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കി കുറച്ച് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അത് വേണം, ഇത് വേണം, പിച്ചാത്തി എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പണി ഞാൻ അങ്ങോട്ടും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എന്തെങ്കിലും പണി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെക്കാൾ ആത്മാർത്ഥമായിട്ട് അവർ പണിയെടുക്കും കേട്ടോ. അതിന് ജ്യൂസ് ഇഷ്ടപ്പെടുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ അത് വീണ്ടും കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ജ്യൂസ് കോമ്പിനേഷൻ നമുക്ക് പുറത്ത് കിട്ടും കേട്ടോ. എനിക്കൊന്ന് കറിവേപ്പില ഇടില്ല, അല്ലാതെ പുറത്ത് ഒരു ഇച്ചിരി കാന്താരിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കിട്ടാറുണ്ട്. ഉപ്പ് ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് വരുമായിരിക്കും, പക്ഷേ ഞാൻ എടുത്തിട്ടില്ല. ഉപ്പ്, മൈദ, പഞ്ചസാര ഇത് ഇത്രയും ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികൾക്കും അതിനോടൊരു ഇൻട്രസ്റ്റ് വരും.